ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ 4th ചാപ്റ്ററായ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നും ഒക്ടോബർ 28-ന് വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസ് തന്നിരുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ ചാപ്റ്റർ മുഴുവനായി 3 പാർട്ടുകളിലായി ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് കൂടി കാണുക. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലാസ്റ്റ് 2 ഫാക്ടേഴ്സായ ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതിൽ നിന്നാണ് സാർ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി 3 പാർട്ടുകളിലായി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതിൽ സാർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. സാർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിരുന്നു. അതുപോലെ നോളജ് ക്യാപിറ്റൽ, വിജ്ഞാന മൂലധനം, അതിനെക്കുറിച്ചും ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? മൂലധനം. നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മുടക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ക്യാഷ് മാത്രമല്ല, നമ്മൾ പറഞ്ഞു ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മുതൽ മുടക്കുന്നു, അതെല്ലാം ക്യാപിറ്റലിൽ വരും. മെഷീൻസ് വാങ്ങുന്നത്, കമ്പ്യൂട്ടേഴ്സ്, പിന്നെന്താ വെഹിക്കിൾസ്, റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റലാണ്. ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന, സ്പർശിക്കാൻ പറ്റുന്ന മാൻമെയ്ഡ് തിങ്സിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാം? ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എഴുതുക. ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നന്നായി പോവുകയുള്ളൂ. ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബേഴ്സ്. ലേബേഴ്സിന്റെ പ്രൊഡക്ഷൻ സ്കിൽ കൂട്ടണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അതുപോലെ ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. ക്യാപിറ്റൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ മുടക്കുന്ന ഏത് സാധനം ആയാലും നമുക്ക് അത് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. മൊബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? അതുപോലെ എന്ത് പറയാം? ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ റിവാർഡ് എന്താണ്? പ്രതിഫലം എന്താണ്? ഇൻട്രസ്റ്റ്, പലിശയാണ്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇതിനോടൊപ്പം നോളജ് ക്യാപിറ്റലും കൂടി ഉൾപ്പെടുത്താൻ സാർ പറഞ്ഞിരുന്നു. നോളജ് ക്യാപിറ്റൽ എന്താ? വിജ്ഞാന മൂലധനം. അല്ലേ, നമ്മളൊരു പ്രൊഡക്ഷനിൽ നമുക്ക് പുറമേയുള്ള സാധനങ്ങൾ മാത്രം പോരാ, നമ്മുടെ നോളജ്, അറിവും കൂടി അതിൽ മുടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നോളജ് ക്യാപിറ്റലിനെ പറ്റി എന്ത് എഴുതാം? നോളജ് ക്യാപിറ്റൽ ഓൾസോ കോൾഡ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. ഇന്റലക്ച്വൽ എന്താണ്? ബുദ്ധിപരമായ ക്യാപിറ്റലാണ്. അല്ലേ, നമ്മുടെ ബുദ്ധി കൂടി, നമ്മുടെ അറിവ് കൂടി അതിൽ മുടക്കുമ്പോഴാണ് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ കഴിയുന്നത്. നോളജ് ക്യാപിറ്റൽ ഓൾസോ കോൾഡ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് ദ ഇൻടാൻജിബിൾ അസറ്റ് ഓഫ് ഓർഗനൈസേഷൻസ്. ഇൻടാൻജിബിൾ എന്താണ്? നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത കമ്പ്യൂട്ടർ, മെഷീൻസ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, വെഹിക്കിൾസ്, ഇതൊക്കെ നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയും. അതുകൊണ്ടാണ് ആ ക്യാപിറ്റലിനെ വിസിബിൾ ആൻഡ് ടാൻജിബിൾ എന്ന് പറയുന്നത്. എന്നാൽ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമേ പറ്റൂ. നമുക്ക് കാണാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ കഴിയില്ല. അങ്ങനെ നോളജ് ക്യാപിറ്റൽ ഓൾസോ കോൾഡ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് ദ ഇൻടാൻജിബിൾ അസറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഇൻടാൻജിബിൾ, സ്പർശിക്കാൻ കഴിയാത്ത ഒരു അസറ്റാണ്, സമ്പാദ്യമാണ് നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് വാല്യുബിൾ ഐഡിയാസ്, മെത്തേഡ്സ്, പ്രോസസ്സസ് ആൻഡ് അതർ ടാലൻസ് ദാറ്റ് ബിലോങ് ടു ആൻ ഓർഗനൈസേഷൻ. ഈ നോളജ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വാല്യുബിൾ ഐഡിയാസ്, നല്ല വാല്യുബിൾ ആയിട്ടുള്ള ആശയങ്ങൾ, മെത്തേഡ്സ്, രീതികൾ, പ്രോസസ്സസ്, ഓരോ പ്രക്രിയകൾ, അതുപോലെ മറ്റുള്ള കഴിവുകളെല്ലാം ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മുടക്കുമ്പോഴാണ് അതിനെ നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? നോളജ് ക്യാപിറ്റൽ എന്താണ്? വാല്യുബിൾ ഐഡിയാസ്, മെത്തേഡ്സ്, പ്രോസസ്സസ് ആൻഡ് അതർ ടാലൻസ് ദാറ്റ് ബിലോങ് ടു ആൻ ഓർഗനൈസേഷൻ. നോളജ് ക്യാപിറ്റലിൽ ആൾക്കാരുടെ ടാലൻസിനാണ് ഇമ്പോർട്ടൻസ്, ആൾക്കാരുടെ കഴിവിനാണ് ഇമ്പോർട്ടൻസ്. ഏതിനേക്കാൾ? വർക്ക് ഓഫ് മെഷീൻസ്. മെഷീൻസിന്റെ വർക്കിനേക്കാൾ പീപ്പിളിന്റെ ടാലൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഓഫ് നോളജ് ക്യാപിറ്റൽ ആർ ലീഡർഷിപ്പ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ്, എക്സെട്ര. എന്തൊക്കെയാണ്? ലീഡർഷിപ്പ്, ഒരു നേതൃത്വ പാഠവും വേണം. ക്രിയേറ്റിവിറ്റി വേണം. എന്നുവെച്ചെന്താണ്? സർഗാത്മകമായ കഴിവ്. പ്രോബ്ലം സോൾവിംഗ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഇതെല്ലാം നോളജ് ക്യാപിറ്റലിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് നോളജ് ക്യാപിറ്റലിന് എക്സാമ്പിൾ? ലീഡർഷിപ്പ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് നോളജ് ക്യാപിറ്റലിൽ വരുന്നത്.
അപ്പോൾ നോളജ് ക്യാപിറ്റൽ എന്ത് പറയാം? നോളജ് ക്യാപിറ്റൽ ഓൾസോ കോൾഡ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് ദ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓഫ് ഓർഗനൈസേഷൻസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് വാല്യുബിൾ ഐഡിയാസ്, മെത്തേഡ്സ്, പ്രോസസ്സസ് ആൻഡ് അതർ talents that belong to an organization. Knowledge capital largely depends on the talents of people rather than the work of machines. Examples of knowledge capital are leadership, creativity, problem solving, decision making, etc. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗനൈസർ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗനൈസർ എന്തൊക്കെ എഴുതാം? The organizer plays a very vital role in the production process. The organizer should coordinate the other factors of production like land, labor and capital to increase the production. The skill of a coordinator be enhanced through training. The reward for an organizer is profit. എന്തൊക്കെയാണ്? ദ ഓർഗനൈസർ ആണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്. ഓർഗനൈസർ മറ്റുള്ള ഫാക്ടേഴ്സ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സംയോജിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം. എന്തിനാണ്? ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. നല്ലൊരു കോർഡിനേറ്ററിന്റെ സ്കില്ല് നമുക്ക് ട്രെയിനിങ് വഴി കൂട്ടാൻ കഴിയും. അതുപോലെ ഓർഗനൈസറുടെ റിവാർഡ് എന്താണ്? പ്രതിഫലം എന്താണ്? പ്രോഫിറ്റ് ആണ്, അല്ലേ? ദ റിവാർഡ് ഫോർ ആൻ ഓർഗനൈസർ ഈസ് പ്രോഫിറ്റ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസർ ഈസ് ടു കോർഡിനേറ്റ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സബ്സ്റ്റാൻഷിയേറ്റ്. മറ്റുള്ള ഫാക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഒരു ഓർഗനൈസറുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. അതങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ദർ ആർ 4 മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ആൻ ഓർഗനൈസർ ഈസ് ദ വൺ ദാറ്റ് കോർഡിനേറ്റ് ദീസ് ഫാക്ടേഴ്സ് ഇൻ ദ കറക്റ്റ് പ്രൊപ്പോർഷൻ. പ്രൊഡക്ഷൻ പ്രോസസ്സിലെ 4 ഫാക്ടേഴ്സ് ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസർ ആണ് ഈ 4 ഫാക്ടേഴ്സിനെയും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. An organizer has to perform functions like planning, organizing, staffing, directing and controlling for running an organization smoothly. ഒരു ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഓർഗനൈസറിന് നല്ല പ്ലാനിംഗ് വേണം, ഓർഗനൈസിംഗ് വേണം, സ്റ്റാഫിംഗ്, അതുപോലെ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. മനസ്സിലായോ? ഈ എല്ലാ ഗുണങ്ങളും ഒരു ഓർഗനൈസറിന് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. താഴെ തന്നിരിക്കുന്ന 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി ഒരു ബ്രീഫ് നോട്ട് എഴുതാനാണ്. ലേബർ, ക്യാപിറ്റൽ. ലേബർ എന്താണ്? ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. ദ യൂസ് ഓഫ് ദ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് റിവാർഡഡ്. ഇറ്റ് ഈസ് കോൾഡ് ലേബർ. വേജ് ഈസ് ദ റിവാർഡ് ഫോർ ലേബർ. മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലേബർ. It cannot be saved for tomorrow. The manpower of the laborers can be enhanced through education or training. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഒരു ആക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്? ലേബറാണ്. പിന്നെ ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ സ്കിൽ, ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിന് റിവാർഡഡ്, പ്രതിഫലം കിട്ടുന്നു എങ്കിൽ അതിനെ ലേബർ എന്ന് പറയുന്നു. ശമ്പളമാണ് റിവാർഡ് ഫോർ ലേബർ. പിന്നെ മാൻ പവർ, മനുഷ്യശേഷിയാണ് ലേബറിന് ഉപയോഗിക്കുന്നത്. ഇത് നാളത്തേക്ക്, ഈ മാൻ പവർ എന്ന് പറയുന്നത് നാളത്തേക്ക് സേവ് ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ മാൻ പവർ നമുക്ക് എങ്ങനെ കൂട്ടാം? ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും കൂട്ടാം. അടുത്ത പ്രൊഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻ മെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. Computers, vehicles and machines which can be used in production are also considered as capital. Capital helps the other factors of production. Capital enhances the production skills of the laborers. Capital has mobility. Interest is the reward for capital. Tangible, സ്പർശിക്കാൻ കഴിയുന്ന, വിസിബിൾ, കാണാൻ കഴിയുന്ന മാൻ മെയ്ഡ് തിങ്സ് നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നു എങ്കിൽ അതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, മെഷീൻസ് ഇതെല്ലാം പ്രൊഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താണ്? മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. ലേബറേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സ്കിൽസ് കൂട്ടാൻ ക്യാപിറ്റൽ സഹായിക്കുന്നു. ക്യാപിറ്റലിന് മൊബിലിറ്റി ഉണ്ട്. അതുപോലെ ക്യാപിറ്റലിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് കൊണ്ടാണ് വീണ്ടും ഞാൻ വിശദീകരിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ
എക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സർക്കുലാർ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. പിക്ചർ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അല്ലേ? ഗാർഹിക യൂണിറ്റും പ്രൊഡക്ഷൻ യൂണിറ്റും, ഉൽപ്പാദന യൂണിറ്റും. ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് പോകുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങളാണ് ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട് വരുന്നത് എന്നാണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ദ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ആവശ്യമായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ സപ്ലൈ ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗിവൺ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്താ കിട്ടും? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ഇതൊക്കെ റിവാർഡായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും കിട്ടും. പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യും. ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ്, ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേയ്സ് പ്രൈസ് ടു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് റിസീവ് ചെയ്യുന്നതിന് പകരമായി ഹൗസ് ഹോൾഡ് യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന് പ്രൈസ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ പറയാം? ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗിവൺ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. The production unit supplies goods and services to the household unit. In exchange for the goods and services received, the household unit pays price to the production unit. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാർ നിങ്ങളോട് എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ്, അതിൽ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനും പിന്നെന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സർക്കുലാർ ഫ്ലോയുമാണ് സാർ പഠിപ്പിച്ചത്. അതിൽ നിന്നുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.